അങ്ങനെ പെരിന്തൽമണ്ണ എത്തിയപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് തീരുമാനിച്ച് പാലക്കാട് റോട്ടിൽ പോവാം. പെരിന്തൽമണ്ണ എത്തിയുള്ള അവസ്ഥ അറിയാലോ, ഒടുക്കത്തെ ബ്ലോക്കേനി. ആ ബ്ലോക്കിൽ പെട്ടുപോയി. അപ്പൊ പിന്നെ ഏകദേശം ഉറക്ക് വരുന്ന ഒരു ടൈമൊക്കെ ആയപ്പോൾ നമുക്ക് അവിടെ അടുത്ത് തന്നെ അമ്മായി ഉണ്ട്, അമ്മായിന്റെ അടുത്ത് പോയി കിടന്നുറങ്ങാം. അങ്ങനെ അമ്മായിന്റെ അടുത്ത് നിന്ന് രാവിലെ തന്നെ എണീറ്റ് ഇതാ സൺറൈസ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാ. രാവിലത്തെ ഈ ഒരു ടൈമിൽ എണീറ്റാലുണ്ടല്ലോ ഒരു പ്രത്യേക എനർജി. അതിപ്പോ ട്രാവലിങ്ങിനാണെങ്കിലും എന്തെങ്കിലും വർക്ക് ചെയ്യാനാണെങ്കിലും ഒക്കെ എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്ത്. ഞാനാണെങ്കിൽ അമ്മായിനോട് തലേന്ന് രാത്രിയെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാളെ രാവിലെ നേരത്തെ എണീറ്റ് പോട്ടോ, നിങ്ങൾ ചായ ഒന്നും ഉണ്ടാക്കണ്ട. പറഞ്ഞത് പാളിപ്പോയോ എന്ന് എനിക്ക് തോന്നി. കാരണം പോണ വഴിക്ക് ഒരൊറ്റ ടീ ഷോപ്പ് കാണാനില്ല. സൺഡേ ആയതുകൊണ്ടാണോ അറിയില്ല, ഒരു കടയും തുറന്നിട്ടില്ല. ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഓൾ ഇന്നലെ രാത്രി അമ്മായിന്റെ റൂമിൽ കിടന്നുറങ്ങിയതാണ്. നേരം വെളുത്തപ്പോൾ ഓളെടുത്ത് കാർബെട്ട് കിടന്നു. ഓക്കാകെ നേരം വെളുത്താൽ ഉറങ്ങാൻ ഒരു ഗ്യാപ്പ് ഇട്ടുണ്ട്. സാറ്റർഡേ സൺഡേ ആണ്. നമ്മൾ ഈ കാട്ടിക്കൂട്ടിലൊന്നും ഓക്കൊരു ഡിസ്റ്റർബ് ആണ്ടല്ലോ. അങ്ങനെ പോയി നമ്മൾ ഏകദേശം പാലക്കാട് എത്താനായി. ഇപ്പോഴും നമുക്കൊരു റെസ്റ്റോറന്റ് കിട്ടി. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വിശന്നിട്ടുണ്ടായി. എനിക്കൊക്കെ ആണെങ്കിൽ എണീറ്റാ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടണം. അങ്ങനത്തെ ഞാനാണ് അമ്മായിനോട് അമ്മായിയെ ചായ ഒന്നും മാണ്ടാറും പോകുന്നത്. പിന്നെ നമ്മളെ കയ്യിൽ പിസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് തൽക്കാലം വിശപ്പടക്കി എണീറ്റ് പാട്ടിനൊപ്പിച്ച് തുള്ളൽ തുടങ്ങി. പാലക്കാട് എത്തിയപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ എന്താ കഴിക്കാന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയതാണ് രാമശ്ശേരി ഇഡ്ഡലി. ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് ഞങ്ങൾ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാൻ പോയി.